ഇന്നൊരു ഗെയിം ആയാലോ? അപ്പോൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഒരു ഗെയിമുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യം, ഇപ്പൊ നിങ്ങൾക്ക് ഗെയിം എന്താന്ന് പിടികിട്ടിയില്ലേ? പക്ഷെ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഞാനൊരു പേരിട്ടാലോ? എന്താ പേര്? പ്രത്യേകിച്ച് പേരൊന്നുമില്ല. വെള്ളം താഴെ പോയ സമൂസ സാധനോട് കുപ്പിയിട്. ഓക്കെ, അതാണ് ഗെയിം. ഇത് ഒഴുകി പോകാൻ പറ്റില്ല, അതാണ് ഗെയിം. ജയിക്കുന്ന ആൾക്ക് ഈ വലിയ സമൂസയാണ് അവരുടെ മുഖത്ത് നോക്കി തിന്നും. അതാണ് പനിഷ്മെന്റ് ഇട്ടത്. എന്താ ഇങ്ങനെ ചിരിക്കണേ? ഫസ്റ്റ് അപ്പൊ ആരെ തുടങ്ങുന്നത്? ഫസ്റ്റ് ലേഡീസ് ഫസ്റ്റ് എന്നാണ്. പക്ഷെ അത് നമ്മൾ പൊളിച്ചെഴുതുന്നു. നിങ്ങൾ തുടങ്ങി. ഫസ്റ്റ് ഔട്ട് ആയിച്ച ഇത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ. വാവേ, ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ അയ്യേ, ഇത് വല്ലാത്ത മോശം. വാവേ ഒറ്റ മിനിറ്റ്, വാവേ ഇത്തിരി ക്ഷമിക്ക്. വാവേ മച്ച ഇവിടെ കണ്ടന്റ് ക്ഷാമത്തില് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഓരോ കരച്ചില്. ഞാനേ ഒരു കാര്യം തീരുമാനിച്ചു. 100 വീഡിയോസ് ഇടും. 100ാമത്തെ വീഡിയോയ്ക്കും എനിക്ക് വ്യൂസും പറഞ്ഞിട്ട് സാധാപത്തിലെങ്കിൽ ഇത്തിരി വ്യൂസ് കിട്ടട്ടെ. 100ാമത്തെ വ്യൂസിൽ എനിക്ക് റെക്കഗ്നിഷനും വ്യൂസ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഔദ്യോഗികമായി നിർത്തുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, ഇക്കെന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം നീ ഇപ്പൊ തന്നെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഐഫോണിന്റെ കടം ഞാൻ തീർക്കണ്ടേക്കാ? നിങ്ങളുടെ ഐഫോൺ വാങ്ങിക്കുന്നതിന്റെ കടം എനിക്ക് തീർക്കണ്ടേ? നാട്ടുകാരുടെ കടം വാങ്ങിച്ച് ചെയ്യണം, നിങ്ങളുടെ കടം വാങ്ങിച്ചു. അങ്ങനെ അത് കുഴപ്പമില്ല, ഇതൊന്ന് ഒഴുകി പോണതാണ് കണക്ക്. ഓക്കെ, ആര് ജയിക്കുന്നു നിങ്ങൾ വേഗം ഗസ് ചെയ്യൂ. ഇപ്പൊ തന്നെ എന്റെ 100 വ്യൂവേഴ്സ് വേഗം ഗസ് ചെയ്യൂ. ഇത്തിരി ക്ഷമിക്കണം പ്ലീസ്. ഇക്കവിടെ ശ്രദ്ധിക്കുന്നു. ഞാൻ കള്ളക്കളി എന്നൊന്നും പറയാൻ പാടില്ല. കഴിഞ്ഞു ആവേ. ലാസ്റ്റ് ടൈമാണ്. ഈ ചെക്കനെ ഞാനുണ്ടല്ലോ. ഒരു മിനിറ്റ്, അവനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ശരി, നീയേ അവന്റെ ഡ്രസ്സ് മാറിയാലൊക്കെ എനിക്ക് ബാൻ കിട്ടൂ. അവനെ ഒന്ന് ഫ്രെയിം ഒന്ന് മാറ്റാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് തരണം? ഇതെങ്ങാനും മൂവാക്കി ഞാൻ ഉണ്ടല്ലോ കഷ്ടപ്പെട്ട് ഓരോ കണ്ടന്റ് അവിടെ നിന്ന് ഇവിടെ തപ്പിയിട്ടാണ്. അത് അവര് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കൂട്ടില്ല. അത് കളക്കളി. അപ്പുറത്തെ ഭാഗം ഒഴുകിയാലോ കൂട്ടുള്ളൂ. ഒഴുകിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഡ്രോപ്പ്. അയ്യോ, 2 മിനിറ്റ് വീഡിയോ ആയിട്ടുള്ളൂ. ഇനി വീഡിയോ ലെങ്ത് കൂടെ എന്തെങ്കിലും വേറെ വേണക്കാ, കണ്ടന്റ് വേണക്കാ. അത് കണ്ടന്റ് ആക്കാലേ? ഈ കളിയിൽ ഇക്ക ജയിച്ചതായിട്ട് ഞാൻ കൺക്ലൂഷൻ കൊടുക്കാം. എന്റെ വീഡിയോ അല്ലേ? അപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണും. ലെങ്ത് ആയിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ നിറച്ച് വെച്ചില്ല. ഇത് എങ്ങനെ കുടിക്കുന്നത്? എടുത്തപ്പോ ഫുള്ള് ചിന്തി പോവും. സ്ട്രോ എടുത്തിട്ട് വരും. ഇതൊരു കൾച്ചർലെസ് ആവോ? തീർച്ചയായും കൾച്ചർലെസ് ആണ്. പിന്നെ മൊത്തത്തിൽ കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് നടുകടലിൽ പോയാലും ഒരു തമ്മിൽ എടുക്കാം. നമുക്കിന്ന് ഡിന്നർ എന്തൊക്കെയാണെന്ന് കാണാം. വി ഹാവ് റൈസ്. കഴിയാനായി, എല്ലാരും കഴിച്ചത് കൊണ്ടാണ് കേട്ടോ. ആൻഡ് എരിശ്ശേരി, പിക്കിൾ ആൻഡ് നല്ല മുളകിട്ട മീൻ കറിയമോ. കൊതി വന്നിട്ട് പാടില്ല. അപ്പോൾ ഒട്ടും ടൈം കളയണ്ട, നമുക്ക് ടേസ്റ്റിംഗ് ആരംഭിക്കാം. ആദ്യം കെട്ടുവിന് കൊടുക്കട്ടെ. നിങ്ങളെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോ നീ പറഞ്ഞ അവതരണം ശരിയില്ലാന്ന് പറഞ്ഞില്ല. നിങ്ങൾ നല്ല പ്രൊഫഷണൽ ആയിട്ട് അവതരിച്ചിട്ട് എടുക്ക നോക്കട്ടെ. എടുക്കീ പറയ്, നിങ്ങൾ അവതരിപ്പിക്കും. ആ എടുക്കുമ്പോഴൊക്കെ അവതരിപ്പിക്കണതേ. ഇത് വെറുതെ മ്യൂട്ടായിട്ടിരുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല കാണാൻ. കണ്ട, നിങ്ങൾ വിളമ്പുമ്പോ ഞാൻ അതിലേക്ക് സൂം ഔട്ട് ചെയ്യും. വളരെ പെർഫെക്റ്റ് ഇംഗ്ലീഷ് പറയേ. അതന്നെ തവി. മീൻ കറിയാ മോള്? മുളക് മീൻ, മുളകിട്ട മീൻ. മീൻ എന്താ ചോദ്യം? മത്തി. ഇത് അയല,
തമ്പുരാനെ ഈ കുട്ടിക്ക് ലേശം വിദ്യാഭ്യാസം. ഇക്ക വാവതരണം കാണിക്ക. ഞാൻ ചെയ്യണത് ഇതല്ലാണ്ട് ഇങ്ങനെയാണോ അപ്പൊ ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പൊ ചെയ്യണ പോലെ അതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. അവതരണം നമുക്ക് നിന്നെ പോലെ സംസാരിക്കാനുള്ള കഴിവില്ല. അപ്പൊ പിന്നെ ഇനി കുറ്റം പറയാൻ വരുമോ? ഇപ്പൊ മനസ്സിലായോ ഒരു യൂട്യൂബറിന്റെ സ്ട്രഗിൾ എന്താന്ന് മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണല്ലോ പിന്നെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുക അല്ലേ? എന്താണ് ഇത് ഒരു ഒതുക്കി വെച്ചോളൂ നിനക്ക്. ഈ കുഞ്ഞിനെയും വെച്ച് രാവന്തിയോളം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത്. പ്രധാനപ്പെട്ട മറ്റൊരു സാധനം ഉണ്ടല്ലോ. എന്താണ്? അച്ചാറാണോ? ഇതാ ഇനി വേണോ? കടലുണ്ട് രാവിലത്തെ വേണ്ടല്ലോ. അത് ഇനി വേണോ? വിഭവങ്ങൾ വേണോ? സന്തോഷമായി കഴിക്കൂ. സത്യസന്ധമായ ഒപ്പീനിയൻ പറയൂ കേട്ടോ. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. മൈക്കൊന്നും നിങ്ങൾ എരിശ്ശേരി ഉറക്കെ പറയിക്ക. എരിശ്ശേരി തകർത്തു. മീൻ മീനാ? അയല. ഉറക്കെ പറയിക്ക. മൈക്ക് വാങ്ങി തന്നിട്ടുണ്ടോ നിങ്ങൾ എനിക്ക്? മീൻ കറി ടോപ്പ് നോച്ച്. പറഞ്ഞ ഉമ്മ വെക്കണതാ ടേസ്റ്റ്, ഞാൻ വെക്കണതാ ടേസ്റ്റ്. ചോദിക്കേണ്ട കാര്യം അതും വല്ല പറഞ്ഞോളൂ, കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അപ്രൂവ്ഡ്. അപ്പൊ ഇക്ക ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.